the quiet of the morning, when the world is soft and still, I feel your presence like a whisper, a warmth that's hard to explain. Your love surrounds me like a gentle breeze. I'm lost in your embrace, in the sacred space. Oh, this love is so tender, like a melody, sweet and tender. In your arms I find my peace. In your eyes my soul's release. Through the storms and the trials, you're my anchor, steady and true. In the depths of my uncertainty, you're the light that pulls me through. Your love surrounds me like a gentle breeze. I'm lost in your embrace, in a sacred space. Oh, this love is so tender, like a melody, sweet and tender. In your arms I find my peace. In your eyes my soul's release. Through the storm it's so tender, like a melody, sweet and tender. In your arms I find my peace. In your eyes my soul's release. Can I call you baby? Can you be my friend? Can you be my lover up until the very end? Let me show you love, I don't pretend. Stick by my side even when the world is giving in. Oh, don't you worry, I'll be there whenever you want me. I need somebody who can love me at my worst. No, I'm not perfect, but I hope you see my worth. 'Cause it's only you, nobody knew I put you first. And for you, girl, I swear I do the worst. If you stay forever, let me hold your hand. I can feel those places in your heart no one else can. Let me show you love, I don't pretend. I'll be right here, baby, you know it's sink or swim. Oh, don't you worry, I'll be there whenever you want me. I need somebody who can love me at my worst. No, I'm not perfect, but I hope you see my worth. 'Cause it's only you, nobody knew I put you first. And for you, girl, I swear I do the worst. I need somebody who can love me at my worst. No, I'm not perfect, but I hope you see my worth.
ഇപ്പോഴെന്തോ ചെയ്യേണ്ടു നിനക്കേശു. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. നിന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഒരുങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവനെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ രക്ഷിക്കപ്പെടണമേ. ഉപദ്രവമറിയമേ നിനക്ക് സമാധാനം. സർവാധിപതിയും സർവശക്തനുമായ സ്വർഗീയ പിതാവേ, ഈ നല്ല പുലർക്കാലത്തെ ഓർ നിന്നെ സ്തുതിക്കുന്നു, പ്രഭാതത്തെ ഓർ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ നിന്റെ മക്കളുടെ സന്തോഷത്തിൽ ഒരുമിച്ചായിരിക്കുവാൻ ലഭിച്ച കൃപകളെ ഓർ നിന്നെ സ്തുതിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ. ദൈവമേ കൂടുതൽ നന്മകളോടുകൂടി നിന്റെ ദാസരെ അവിടുന്ന് പോറ്റി പുലർത്തുന്ന കരുണകൾക്കായി നിന്നെ വീണ്ടും മഹത്വപ്പെടുത്തുന്നു. മനുഷ്യന് ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ഏതെന്റെ പർദീസയിൽ കുടുംബജീവിതത്തെ ആരംഭിച്ച സ്വർഗീയ പിതാവേ, വിശേഷാൽ വിവാഹ ജീവിതത്തിനായി ഒരുങ്ങുന്ന പുറപ്പെടുന്ന പ്രിയപ്പെട്ട മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നിന്റെ മകൾക്ക് കണ്ടെത്തിയിരിക്കുന്ന ഉത്തമ തുണയെ കൂട്ടിച്ചേർക്കുവാൻ തക്കവണ്ണം ബലഹീന അടിയങ്ങളുടെ ശുശ്രൂഷകൾ മുഖാന്തരം അവിടുന്ന് ഇടയാകണമേ. ദൈവമേ നിന്റെ മകൾക്ക് കൊടുത്ത എല്ലാ അനുഗ്രഹത്തെയും ഞങ്ങൾ തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഓർക്കുന്നു. വിശേഷാൽ മാതാപിതാക്കളെ നൽകി സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും സ്നേഹിതരെയും ഗുരുക്കന്മാരെയും ഒക്കെ നൽകി നിന്റെ ദാസിയുടെ ജീവിതത്തെ അവിടുന്ന് പരിപോഷിച്ചു. കൂടുതൽ നന്മകളിൽ അഭിരമിച്ച് ജീവിക്കുവാൻ നിന്റെ മകളെ അവിടെ സംഗതിയാക്കണമേ. കർത്താവേ നിന്റെ മകൾക്ക് കൊടുത്ത നന്മകളെ അനുഗ്രഹത്തോടെ പരിസേവിക്കുവാൻ നിന്റെ മകൾക്ക് അവിടെ ഇടയാകണമേ. ദൈവമേ ജീവിതത്തിൽ വരാമാവുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രാർത്ഥനാപൂർവ്വം അതിജീവിക്കുവാൻ തക്കോടെ നിന്റെ മകളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഓർത്തു പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ട എല്ലാവരും ഓർക്കുന്നു. വിശേഷാൽ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന മകനെ ഓർക്കുന്നു. മുരാനെ അനുഗ്രഹത്തോടു കൂടി ഇരുവരും ചേർന്ന് കുടുംബജീവിതത്തിന്റെ രാജാവും രാജ്ഞിയുമായി ജീവിക്കുവാനും വസിക്കുവാനും അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമ്പുരാനെ അവിടെ സംഗതിയാക്കണമേ. ഇരുഭവനങ്ങളും പ്രാർത്ഥനയിൽ ഒന്നായി അലിഞ്ഞു ചേരുവാൻ തക്കവണ്ണം നന്മകളോടുകൂടി ജീവിക്കുവാൻ തക്കവണ്ണം നമ്പുരാനെ അവിടെ സംഗതിയാക്കി ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകണമേ. ദൈവമേ വിവാഹ ശുശ്രൂഷയെ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കണമേ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഇസ്രായേൽ ജനതയെ അനുഗ്രഹിച്ചവനായ മഹോന്നതൻ ദൈവമേ സംഘത്തെയും വിവാഹ ശുശ്രൂഷയും അതിലൂടെ ഒന്നാവുന്ന പ്രിയപ്പെട്ട മക്കളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബജീവിതത്തെ ബലപ്പെടുത്തണമേ. ഗോത്രപിതാക്കന്മാരായ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച അവരുടെ കുടുംബജീവിതങ്ങളെ അനുഗ്രഹിച്ചവനായ തമ്പുരാൻ ഇന്ന് മക്കളുടെ ജീവിതത്തെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ദൈവമേ യാത്രയിലാകുന്ന എല്ലാവരും ബലപ്പെടുത്തണമേ. ഏറ്റവും ഭംഗിയോടുകൂടി ശുശ്രൂഷ പൂർത്തീകരിച്ച് സൽക്കാര ക്രമീകരണങ്ങളൊക്കെ അനുഗ്രഹത്തിൽ പര്യവസാനിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ. ദൈവമേ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നിന്റെ മക്കൾക്ക് അവിടുന്ന് പ്രകാശമാകണമേ, വഴിയാകണമേ. ദൈവമേ അവരെ വാഴ്ത്തി അനുഗ്രഹിച്ച് താങ്ങി ബലപ്പെടുത്തണമേ. അവരുടെ കുടുംബജീവിതത്തിന് വരാമാകുന്ന എല്ലാ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ തമ്പുരാനെ അവിടെ സംഗതിയാക്കണമേ. ദൈവമേ ബലഹീന അടിയങ്ങളുടെ പ്രാർത്ഥന സ്വർഗം തുറന്നു കേട്ട മറുപടി നൽകണമേ. അടിയങ്ങളുടെ ശുശ്രൂഷയെ അവിടെ സ്വീകരിക്കണമേ. സകല വാങ്ങിപ്പോലെ സ്വർഗീയ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇടപെടാതെ കരയേറ്റുവാനായിട്ട് തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ നമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധ ആവാസവും നമ്പുരാനെ ഈ ഭവനത്തോട് പാർക്കുന്ന മക്കളോട് വിശേഷാൽ വിവാഹ ജീവിതത്തിലേക്ക് ഉറപ്പെടുന്ന പ്രിയപ്പെട്ട മകളോടും അവൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന മകനോടും ഇരു കുടുംബങ്ങളോടും ദൈവമേ തുടർന്ന് അടക്കപ്പെടുവാനായിട്ടുള്ള അടിയങ്ങളുടെ യാത്രകളോടും വിവാഹ ശുശ്രൂഷയുടെ എല്ലാ ക്രമീകരണങ്ങളോടും സൽക്കാര പൂർത്തീകരണങ്ങളോടും സകല പരിതരുടെ ആത്മാക്കളോടും ഇന്ന് എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ.
Didn't see a warning. Hits me in the morning. Puts me in the moment. The moment. Didn't find a reason. Hits me in the evening. Hurts me when I breathe in. I breathe in. Feel the way that I do about you. Don't want anything new, what I knew. Hits me in the morning. Puts me in the moment. Just look at me now. The sunset ain't gold. Look at me now. I'm free, so look at me now. The sunset ain't gold. Look at me now. I'm free, so look at me now. Look at me now. Didn't see a warning. Hits me in the morning. Puts me in the moment. The moment. Didn't find a reason. Hits me in the evening. Hurts me when I breathe in. I breathe in. Feel the way that I do about you. Don't want anything new, what I knew. Hits me in the morning. Puts me in the moment. Just look at me now. ശുശ്രൂഷയ്ക്ക് ഭംഗമാകുന്ന നിലയിൽ ആരുടെയും മൊബൈൽ ഫോണുകൾ ശബ്ദിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് വിനയത്തോടെ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ വന്നി വൈദിക ശ്രേഷ്ഠരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഗായിക സംഘത്തെ ഏറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരമാവധി എല്ലാവരും ആരോഗ്യമുള്ളവരൊക്കെ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമേ. പ്രധാനമായും ഏവൻഗേലിയോൻ സുവിശേഷൻ ഭാഗം വായിക്കുന്ന വേളയിൽ സുവിശേഷത്തെ മാനിക്കുന്ന തരത്തിൽ എല്ലാവരും നിന്നുകൊണ്ട് ആ സുവിശേഷം ശ്രദ്ധിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്ത് വന്നിയ ആചാര്യശ്രേഷ്ഠരുടെ നേതൃത്വത്തിൽ ശുശ്രൂഷ ആരംഭിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശം ഭൂമി നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിലറയ്ക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിലറയ്ക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിലറയ്ക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി.
പാപികളായ ഞങ്ങളോട് കരുണ ചെയ്ത മശിഹാ രാജാവേ, നിനക്ക് സ്തുതി പാലിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യ ശക്തി മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ ഈ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുവന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടിയും നീ മുഖാന്തരവും ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാക്കണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും അങ്ങയുടെ ദൈവാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിസ്തന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിസ്തന്മാരുടെ കൂട്ടത്തിലും നിന്റെ വലസന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഓ ദൈവമേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധം പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ ന്യായത്തിലെ നന്നായി കഴുകി എന്റെ പാപങ്ങളെ വെളുപ്പാക്കണമേ. എന്നാൽ ഈ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എനിക്കെതിരെ ഇരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പേ ജന്മങ്ങളെ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീ എന്നെ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിലെ നീ അറിയിച്ചു. നിന്റെ സോപാനമേ കളിക്കണമേ, ഞാൻ വെളിപ്പാക്കപ്പെടണം. അതിനാൽ നീ വെണ്മയാക്കണമേ, ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസുഖം സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, വെളുപ്പുള്ള ഹൃദയങ്ങളിൽ സൃഷ്ടിക്കണമേ, ഹൃദയ ആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ വിശ്വാസമാവേ നൽകുകയും അരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കിലേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷകമായ ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ ദാനത്തിൽ നീതിയെ സ്തുതിക്കും. കർത്താവേ, അതിരുകളിൽ തുറന്നരണമേ. എന്റെ വാഴ്ചകളിൽ പാടും. എന്നാൽ ബലികൾ നീ തിരുമനസ്സായില്ല, ഹോമബലികൾ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടസഹായിയോട് നന്മ ചെയ്യണമേ, ഊർസ്ലേമിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ നീതിബലികൾ ഹോമബലികൾ നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്റെ കാളുകൾ ബലിയായി കഴിയും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാലിക്കുമോ ശുഭഹോല ബോല ബറോവൽ റൂഹോ ഖാദീശോ മിന്നുമോലം വാതാവൽവോ
هادي لشمايوني وفساد الأربوني هذا لكن شد صهودك مسيحو ملي رحمي രക്ഷകനേ വൈദിക തിരുനാമത്തിൽ നൽകിയിടും മോതിരഭൂഷകളെ സദയം വാഴ്ത്തുക തൃക്കൈയാ മോതിരമരുളി തിരുസഭയെ മസീഹ വേട്ടപ്പോൾ പരിപാവന തനുരുതിരങ്ങൾ കൈക്കൊണ്ടാളവളും മോതിരമതിനാൽ കൊലയിത്തും താമാരക്ഷിതയാ അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ പാലിക്കുമോ ശുഭഹോലമോലം റോഹോ കാദീശോ മൂലം രാധാമൽവോ ഞങ്ങൾ വീരാമേ മാനവർ വന്ദിച്ച് വാഴ്ത്തി പാടുന്ന തൃത്വരഹസ്യം സങ്കോചം താതാത്മചരോഹ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐകമത്യ ഇവരിൽ ഉണ്ടാകുമാറാകുകയും ചെയ്യണമേ. നൽകുക നന്മൊഴി മാനസമേ ഹല്ലേലൂയാ സേവിക്കും ജ്ഞാനരചനയെന്നുര ചെയ്യും വർഷിച്ചാൻ കൃപ നിന്നതരത്തിൽ ഹല്ലേലൂയാ എന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി വാഴ്ത്തുമോ ശുഭഹോലാ ബോലബുറോവൽ റോഹോ കാദീശോ ബിന്ദുമൂലം നാദാമൽമൂലം വൽമീനാമേ ഉപമകളാ ശ്രീമോക്ഷം നാരേവം ചാരുമുഖി പാരം നീ ശ്ലാഘിക്കും നിൻ പ്രിയരേവൻ എന്നാഥൻ പതിനായിരമതിലുത്തമനാ തൻ പൂങ്കാവാണിസറായേ ശുഭ്രൻ യാക്കോബിൻ ലതയിൽ രക്തൻ അരുളി തൈലത്തിൽ മൃദുലൻ ലബനോൻ കാരകിലിൽ പാർക്കിലിവൻ ദേവസവൻ വിശ്രുതനാമിവനെ നാം വാഴ്ത്തിയിടുന്നു. സ്തോമൻ കാലോസ് ആരോഗ്യമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്ന് നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും ഇടവിടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തൻ്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതിയും
തന്റെ സഭയുടെ വിവാഹവിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദൃശ്യമാരെയും സ്ത്രീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരവാഴ്വിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും യാമങ്ങളിലും അടിയങ്ങളായി സോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യുക്തമാകുന്നു. മനുഷ്യരുടെ സർവ്വവിജ്ഞാനത്തിൽ നിന്നും ഉയർന്നവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള ഓരോനും അനാദിതമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോട് സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദയവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവീക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായ നീ അതിനെ നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീകന്മാർ മൂലം ക്രമമായതിന് നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരാകുന്ന അടിയങ്ങൾ ആശീർവദിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നമ്മളെ ചതകൾ നമുക്കതിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറയന്മാരും മാലാഹമാരും ഇവിടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ അവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുൻപാകസന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുൻപാകെ നിന്ന് ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും കൈക്കൊള്ളുമാറാകട്ടെ. خدمة کرو حسنو کسمایو نل ایدس کدیشو مخیمنتو کرل سماوت وکرل یوحانو وکیل یخبو لترائیهون شماوت اب تیرا ببیتو ولیو حانون توروسو روی نون فاکیدینو فاسکی روسو نترودن بدمیاکی روس پینو بارکمو شبهولا بول بروغل روحو قاديشو من ولم واداب الولم والمينامي വിശ്വസ്തേ സഭയെ ഭയമെന്തിൻ ഉള്ളിൽ ക്ലേശം ലേശം വേണ്ട അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടികില്ല
പരിമലാത്മാവിൻ ഗേഹം കാത്താൻ നിൻ ത്രോണോസാ വ്രതനിഷ്ഠയും വെടുപ്പമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാനായുള്ളവേ, തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പര വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും ഞങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുരമരുമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യം ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. പാർക്കുമോർ തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. വിശുദ്ധ സഭാ സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. ആർക്കുമോർ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലത്ത് കൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ വലങ്കയായ ഇഷ്കാലം മുഴുവൻ നിന്നോടുകൂടി ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർവമായ വലത് കൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നതുപോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് എന്റെ ഭാഗത്ത് ചെയ്തിട്ടുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളെ സ്വസ്ഥതയോടെ ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്വീകരിച്ച് ചെയ്യുമാറാകട്ടെ. ഹോശോ വബ്ഖുലസ്ബാൻ ലവൽമീ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വാർണിച്ചയും കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെ റെബേക്കായുടെ വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവം സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ടവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശോശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാനിടയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ട മനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ.
നാഥ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനനും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിരയുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപയരുളണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് അവിടുത്തെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്ലീബായ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഓശോ വബ്കുൽ സുബാലോൽമീ. Itono, itono mo, kalsida maraimo mo. പാവന സഭ ചൊല്ലിയിടുന്നു, എൻ വരവേവൻ ഞാൻ ധന്യ. വന്ദിക്കുന്നൻ വന്ദനെ, വീട്ടൊരു മണവാളൻ തന്നെ. പ്രിയനെന്നെ വീട്ടൊരു നാളിൽ സത്വരമുന്നതി ഞാൻ തോണ്ടു. സൃഷ്ടികളതിലതിശയമാണ്ടു, മഹിമയണിഞ്ഞോ ഞാൻ ധന്യ. എന്നെ മാമോദീസായ ആത്മീയായുധമാണീച്ച, വിരലിന്റെ മേരക്തങ്ങൾ മോതിരമായ തീർക്കേകി. സ്നേഹായാൽ ഞാൻ വേട്ടോളാം, സുമുഖി സ്വാഗതമോതും നേ. താതനികേതം ഞാൻ പോകി, വിട്ടിടാം ഞാൻ റൂഹായി. ബറക്കുമോർ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ പ്രയത്നത്തിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ ശ്ലീബ രാവും പകലും നിങ്ങളോടുകൂടി സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സകല സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്ത് സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. വിവാഹകൂദാശയുടെ ആദ്യപാദമായ മോതിരവാഴ്വിന്റെ ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നു. ഇനി കിരീടവാഴ്വിന്റെ ശുശ്രൂഷയാകുന്നു. കിരീടവാഴ്വിന്റെ ശുശ്രൂഷയ്ക്ക് മുൻപായി വന്നി വൈദികരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇടവകയുടെ ആദരണീയനായ മുൻ വികാരി വന്ദനായ ജി കോശിയച്ചൻ ഇപ്പോൾ ഈ മണവാളിനും മണവാട്ടിക്കും ആശംസ അറിയിച്ച് സംസാരിക്കുന്നു. തദവസരത്തിൽ എല്ലാവർക്കും തലസ്ഥാനങ്ങളിൽ ഇരിക്കാവുന്നതാണ്. ത്രിയേക ദൈവത്തിൻ്റെ തൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വിവാഹ കൂദാശയിലൂടെ ഒന്നായിത്തീരുന്ന പ്രിയമക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സ്നേഹിതരെ, ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശുദ്ധ വിവാഹ കൂദാശയുടെ ഒന്നാം ഭാഗം ഇവിടെ പൂർത്തീകരിച്ചു. ഭവനത്തിൽ വെച്ച് എടുത്ത തീരുമാനം ദൈവാലയത്തിൽ പുരോഹിതൻ്റെ കൂടെ കൈമാറിയ വിവാഹ മോതിരത്തിലൂടെ വിവാഹ നിശ്ചയത്തിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞു. രണ്ടാമത്തെ ശുശ്രൂഷ കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയിൽ ഈ പ്രിയ മക്കളെ ഒരു ഭവനത്തിൻ്റെ രാജാവും രാജ്ഞിയുമായി കിരീടം വെച്ച് വാഴിക്കുന്ന വിശുദ്ധമായ അനുഭവമാണ്. ഭൗതികമായ കിരീടങ്ങൾക്കപ്പുറം കർത്താവിൻ്റെ വിജയമുള്ള ശ്ലീബായാകുന്ന കിരീടമാണ് ഈ പ്രിയ മക്കളെ ധരിപ്പിക്കുന്നത്. ഇനിയുള്ള ശുശ്രൂഷ ഏറെ പ്രാധാന്യമുള്ളതാണ്. സുവിശേഷ ഭാഗം വായിക്കുന്നതും ഈ ശുശ്രൂഷയിലാണ്. കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ അവിടെ കർത്താവ് തൻ്റെ അടുക്കൽ വന്ന്
വിവാഹത്തെക്കുറിച്ചും അതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്ന മനുഷ്യരോട് കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം സംയോജിപ്പിച്ചവരെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം സംയോജിപ്പിച്ചവരെ മനുഷ്യൻ വേർപിരിക്കരുത്. വിശുദ്ധ വിവാഹ കൂദാശയിലൂടെ ഈ പ്രിയ മക്കൾ ഒന്നായി തീരുമ്പോൾ ആദ്യമേ തന്നെ ഈ പ്രിയ മക്കളുടെ ഉള്ളിൽ സ്ഥിരമാകേണ്ട ഒരു വിചാരവും വികാരവും ഞങ്ങൾ ദൈവത്താൽ സംയോജിപ്പിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്. ധാരാളം ആലോചനകളും അന്വേഷണങ്ങളും ഒക്കെ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ടാകാം. ഈ പ്രിയ മക്കൾ തമ്മിൽ വിവാഹിതരാകുവാൻ തക്കവണ്ണം ഇരു ഭവനക്കാരും പല കാര്യങ്ങളിലും പല സാഹചര്യങ്ങളിലും ഒന്നുചേരുവാൻ അല്ലെങ്കിൽ ഒന്നായിരിക്കുവാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ടാകാം. എന്നാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ അദൃശ്യമായ ഒരു കരം, ദൈവത്തിൻ്റെ ആഗ്രഹം, അതാണ് ഇന്ന് ഈ പ്രിയ മക്കളിൽ നിറവേറ്റപ്പെടുന്നത്. വിവാഹ കൂദാശയിൽ ഈ പ്രിയ മക്കൾ ഇന്ന് ഒന്നു ചേരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന ഈ പരിപാവനമായ ആലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെയും മാതാവ പിതാവിൻ്റെയും ഒക്കെ പാവനമായ മധ്യസ്ഥന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇനിയുള്ള നിങ്ങളുടെ വിചാരങ്ങളിൽ വികാരങ്ങളിൽ പരസ്പരം കാണുമ്പോൾ ഇത് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സമ്മാനമാണ് എന്ന് ബോധ്യത്തോടെ പരസ്പരം അറിയുവാനും കരുതുവാനും ഈ ഭൂമിയിൽ അനുഗ്രഹീതമായ ജീവൻ നയിപ്പാനും സാധ്യമാകും. നമ്മൾ മനോഹരമായ പുഴകൾ കാണാറുണ്ട്, നദികൾ കാണാറുണ്ട്. ഇത് ചെന്ന് ചേരുന്നത് വലിയ കടലിലേക്കാണ്. എന്നാൽ അതിന്റെ പ്രാരംഭ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ചെറിയ ചെറിയ അരുവികൾ ഒന്ന് ചേർന്ന്, ചെറിയ ചെറിയ നീരുറവുകൾ ഒന്ന് ചേർന്ന് ഈ പുഴ മനോഹരമാകുകയാണ്. ഇന്നു മുതൽ ഈ പ്രിയ മക്കളും നിങ്ങൾ രണ്ടിടങ്ങളിൽ വളർന്നു, രണ്ട് സാഹചര്യങ്ങളിൽ ജീവിച്ചു. ഇന്ന് ഈ ദൈവാലയത്തിൽ വെച്ച് ദൈവസന്നിധിയിൽ വെച്ച് ഒന്നായി തീരുമ്പോൾ ഇതുവരെയും നിങ്ങൾ വ്യത്യസ്തരായി ഒഴുകിയവരാണ്. എന്നാൽ ഇനി മുതൽ വ്യത്യസ്തതകളൊന്നുമില്ല. ആരാണ് ഏറ്റവും മനോഹരം, ആരാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന ചോദ്യമില്ല. ഇനി രണ്ടുപേരും ഒരുമിച്ച് ചേർന്നിട്ട് ആ ഒഴുകുന്ന പുഴ പോലെ, നദി പോലെ സന്തോഷവും ആനന്ദവും കൊടുക്കുന്ന ഇടമായി നിങ്ങൾ മാറണം. നിങ്ങളുടെ ചുറ്റും മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരൊക്കെ നിൽക്കുന്നുണ്ട്. ഈ സഭയുടെ മധ്യയിൽ നിന്നാണ് നിങ്ങൾ ഒന്നാകുന്നത്. ഇനി ഒരുമിച്ചൊഴുകുവാൻ വേണ്ടി നിയോഗിക്കപ്പെടുകയാണ്. കുടുംബജീവിതം അതിനുള്ളൊരു വലിയ അവസരമാണ്. ഇനി വ്യത്യസ്തതകളില്ല, ഇനി യോജിപ്പുകൾ മാത്രമേ ഉള്ളൂ, ഇനി കുറവുകളൊന്നുമില്ല, പരിഹാരങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയ മക്കളെ, ഈ ദിവസം മുതൽ, ഈ നിമിഷം മുതൽ ദൈവം ഞങ്ങളെ സംയോജിപ്പിച്ചിരിക്കുന്നു എന്ന പൂർണ്ണ ബോധ്യത്തിൽ നിലനിൽക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധ്യമാകട്ടെ. രണ്ടാമതായി ആ വാക്യത്തെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കുന്നതെന്ന്. ദൈവം എന്ന് പറഞ്ഞാൽ സമ്പൂർണതയാണ്. മനുഷ്യൻ എപ്പോഴും അപൂർണരാണ്. ഈ അപൂർണത എല്ലായ്പ്പോഴും ഉണ്ട്. നമ്മൾ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവരായതുകൊണ്ട് ബലഹീനതകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്തിനാണ് രണ്ട് അപൂർണരായ മനുഷ്യരെ ദൈവം തമ്പുരാൻ ഇങ്ങനെ യോജിപ്പിക്കുന്നെന്ന് ചോദിച്ചാൽ, ഒരുവന്റെ അപൂർണത മറ്റൊരുവന്റെ കൃപ കൊണ്ട്, കഴിവുകൊണ്ട്, പ്രാർത്ഥന കൊണ്ട് പരിഹരിക്കപ്പെടണം. പരസ്പരം നോക്കുമ്പോൾ കുറവുകളും ബലഹീനതകളും ഒക്കെ ഉണ്ടാകാം. എന്നാൽ അത് പരിഹരിക്കുവാൻ തക്കവണ്ണം പ്രിയ മകളുടെ കുറവുകൾ, ബലഹീനതകൾ പരിഹരിപ്പാൻ പ്രിയ മകനും, ഈ പ്രിയ മകന്റെ കുറവുകളും ബലഹീനതകളും പരിഹരിപ്പാൻ പ്രിയ മകളും, ഇനി മുതൽ നിങ്ങൾക്കുള്ള ബാധ്യത അതാണ്. അല്ലാതെ കുറവുകൾ പറയാനല്ല, പിന്നെന്താണ്, കുറവുകൾ പരിഹരിച്ച് മുന്നേറാം. അപ്പം മനുഷ്യന്റെ പ്രശ്നം, മനുഷ്യൻ എപ്പോഴും അപൂർണനാണ്. അവൻ എപ്പോഴും അപൂർണതകളാണ് അവനെ ഭരിക്കുന്നത്. എന്നാൽ പൂർണ്ണനായ ദൈവത്തോട് ചേർന്ന് പരസ്പരം കുറവുകളെ പരിഹരിച്ച് പരസ്പരം സ്നേഹം പങ്കുവെച്ച് പ്രിയ മാതാപിതാക്കളോടും പ്രിയപ്പെട്ടവരുള്ള ഉത്തമമായ ബന്ധം നിലനിന്നുകൊണ്ട് ഈ ഭൂമിയിൽ നല്ല ജീവിതം നയിക്കുവാൻ സാധ്യമാണ്. മാനുഷികമായ വികാരങ്ങൾക്ക്, മാനുഷികമായിരിക്കുന്ന വിചാരങ്ങൾക്ക്, മാനുഷികമായിരിക്കുന്ന പ്രേരണകൾക്കൊന്നും ഇനി നിങ്ങൾ വശംവദരാകാനായിട്ട് സാധ്യമല്ല. ഇതുവരെ നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒഴുകിയപ്പോൾ ഇഷ്ടമുള്ള ഇടങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് പോകാൻ യാതൊരു പ്രയാസമില്ല. താല്പര്യം വയ്ക്കുന്ന ഇടത്തൊക്കെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാൻ യാതൊരു പ്രയാസമില്ലാണ്. പക്ഷെ ഇനി മുതൽ അങ്ങനെയല്ല. ഇനി മുതൽ ഈ പ്രിയ മകൻ സഞ്ചരിക്കുന്ന ഇടത്ത് ഈ പ്രിയ മകളും ഉണ്ടാകണം. എവിടെയെങ്കിലും വെച്ച് ഒറ്റയ്ക്ക് കാണുമ്പോൾ തീർച്ചയായും കാണുന്നവർ ചോദിക്കും, നിന്റെ ഭാര്യ എന്ന് ചോദിക്കില്ലേ?
ഇനി മുതൽ എവിടെയെങ്കിലും വെച്ച് പ്രിയ മകളെ കാണുമ്പോൾ ചോദിക്കുക എന്ത് ഇതിന്റെ ഭർത്താവെന്ന് ചോദിക്കില്ലേ? ഈ ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ഒരുമിച്ച് നീങ്ങാനുള്ള, ഒരുമിച്ച് പോകാൻ, എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ ഒറ്റയ്ക്കല്ല, പിന്നാലുണ്ട് കൂടെ ഒരാളും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്കെങ്ങും പോകരുത് എന്നല്ല, അത്യാവശ്യങ്ങൾക്കൊക്കെ യാത്ര ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനി ഓർക്കുക, എപ്പോഴും ഈ പ്രിയ മകനെ കാണുന്ന ഒരാൾ ഞാൻ കാണുമ്പോഴും ചോദിക്കും എന്ത് ഇതിന്റെ ഭാര്യയാണ്. ഇതുവരെ ചോദിക്കുമായിരുന്നു, ഇതുവരെ അപ്പനെ കുറിച്ചോ അമ്മയെ കുറിച്ചോ ചോദിക്കത്തുള്ളായിരുന്നു. അപ്പൊ ഇനി മുതൽ വലിയൊരു ബന്ധം, വലിയൊരു ബാന്ധവം നിങ്ങളുടെ മേലുണ്ടാകുകയാണ്. അതുകൊണ്ട് പ്രിയ മക്കളെ, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. മാനുഷികമായിരിക്കുന്ന വിചാരങ്ങളും വികാരങ്ങളും, മാനുഷികമായിരിക്കുന്ന സ്വാർത്ഥമായ താല്പര്യങ്ങളും ഒന്നും നിങ്ങളുടെ ബന്ധത്തെ മുറിച്ചു മാറ്റുവാനായിട്ടുള്ള അവസരം കൊടുക്കരുത്. അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. നമ്മൾ ഗ്ലാസ് ഐറ്റംസ് അല്ലെങ്കിൽ സ്ഫടിക പാത്രങ്ങൾ ആലേഖനം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ബോക്സിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കും ഹാൻഡിൽ വിത്ത് കെയർ എന്ന്. ഹാൻഡിൽ വിത്ത് കെയർ. കാരണം എന്താ? ആ പെട്ടി സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന സ്ഫടിക പാത്രങ്ങൾ പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. ഈ ഒരു വാചകം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇനി മുതൽ ഹാൻഡിൽ വിത്ത് കെയർ, ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ജീവിതത്തെ കൈകാര്യം ചെയ്യുവാൻ ഈ പ്രിയ മക്കൾക്ക് ദൈവം തമ്പുരാൻ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് വന്യവൈദിക ശ്രേഷ്ഠയുടെ നാമത്തിൽ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും മാതാവ് പിതാവിന്റെയും മധ്യസ്ഥത നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഒരിക്കൽ കൂടി ദൈവകരുണ സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹ കൂദാശയുടെ രണ്ടാമത്തെ ക്രമമായ കിരീടവാഴുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു. ഏവർക്കും എഴുന്നേൽക്കാം. ഈ രണ്ടാമത്തെ ശുശ്രൂഷയിൽ ഏവൻഗേലുവൻ ഭാഗം വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അതിനെ ആദരിക്കുവാനും അതിനെ സ്വീകരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കും. ബലഹീനം പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും ദൈവമായ കർത്താവേ, അനശ്വരമായ വിരുന്നിന് മഴവില്ലാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശുവബുൽ സുബാൻ ലവുൽമീ ആദിമനീതിയെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. ഹൗവയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. സാറയോടബറാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. റഫുക്കയുടെ സഹാബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. റാഹേലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. പാലിക്കുമോ ബെഗുവോലം വാദാവൽ വോലം വൽതീരാമേ. മിസ്രൈമിൽ യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. മുറിയോറാഹി മേലൈനുവാദാര
കർത്താവേ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നല്ലൊരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനയിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. മോദിക്കട്ടെ പരംനാഥ, ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ ശക്തിയിലും രക്ഷയിലും പ്രപതി നല്ലവരും നീ മുൻപേറവനേകി. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹിമാവിൻ മുടിചൂടി തലയിൽ പാർക്കുമോ. സുബഹോലാ ബോലാ ബറോവൽ റൂഹോ കാദീശോ. മിതവോലം വാദാവൽവോലം വൽമീനാമേ. മണവറയേ സ്വർഗത്തിൽ സഭയെ കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം പോൽ സ്വർഗീയവും ശിൽത്തോരെന്ന ഹൈവേയർക്കോ ശിവരേക്കാൾ നിന്നെ മേലാക്കി. സ്തോമൻ കാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകുന്നതല്ലാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ അർപ്പിപ്പാൻ തക്കവണ്ണം തമ്പുരാനെ അടിയങ്ങളെ നിയോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ഉണ്ടായിരുന്നവനെ എപ്പോഴുള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നവരുമായ സ്വയംഭൂവും മാലാകമാർ തന്റെ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണിക്കുന്ന അതിന്റെ വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെ മേൽ ദൈവതോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോരുന്ന ഞങ്ങളുടെ പ്രവൃത്തത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാചറിയുവാനോ കഴിയുന്നില്ല എന്നുള്ളവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസിന്റെ ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്ലഹോനിയോമോ സ്വദഹായ സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമേന്മാർ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിപ്രഭിച്ച് സഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണിമായ നിന്റെ കൃപാപ്രഭാഗത്താലും നിസീമമായ നിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചു കൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ.
സകല പ്രവർത്തികളിൽ ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങളിൽ പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങൾ ഏർപ്പെട്ട ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാകണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെ ഇവരെ നിന്റെ ആത്മീയ മന്ത്രിത്വത്തിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിൽ തീഷ്ണതയുള്ള ഒരു വാക്ക് തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവനും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും വാക്ക് തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുന്നവരുമായി തീരുമാറാക്കണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങൾ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയും ഉള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാബുഖുലസ്ബാൻ ലൗൽമീ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നാം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി ജാതികളിൽ സോനു ദ്രൗപദി സലോമോൻ വിമലസഭേ നിന്നേലാളിപ്പും നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീ സാത്കുസുമസമം സഭേ സകലവിധം സുമുഖി നീ കരതീണ്ടാത്തോ ശ്രീമായി വന്ദിപ്പതിനാം രാജാവാമശിഹ ഹല്ലേലൂയ കാക്കുന്നു നിന്നെ ബാരക്കുമോ. ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ. ഹല്ലേലൂയ പരമോന്നതനാം ദൈവത്തെ വാഴ്ത്തും നീവൽ പറവയോടൊപ്പം സഹസംഗീതത്തിൽ ദാവീദിന്റെ കിന്നരവും പേരി അവളിയരോ നൃത്തം പാടുന്നു 150 കമ്പികളെയും തമ്പുരുവാദ്യത്താൽ അവളുടെ ഓനെ വാട്ടിയിടും മൂലകങ്ങളിലെങ്ങും ഹല്ലേലൂയ കൃപ വർഷിച്ചിടാം. ബാറഖമോ കൊത്തനെ പണ്ടതിൽ കല്യാണ വിരുദ്ധനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാ സത്യമണവാളുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായി നിന്റെ വലത്തുകയും ഇടമയിൽ ആവസിപ്പിക്കണമേ. ആത്മീയമായി നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുകുലസ്ബാൻ ലവൽമീ.
പൗലോസ് സ്ലീഹ ധന്യൻ ദൈവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലുമാകൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ പാലിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫേസ്യർ എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി ബാറക്കുമോ നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിക്കും. എന്തെന്നാൽ മശിഹാ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹാ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ മെന്മയുള്ളതാക്കി ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹാ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും, അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കളെ അനുസരിപ്പിക്കും. എന്തെന്നാൽ നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കാം എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി ബാറക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ മോറിയ ബുഹൈലക് ദഖദേ മൽകോ വാപു ഫുർഖാൻ കുന്ദൂസ് റാവർ ബോയിസ് ഹല്ലേലൂയ. ബാറക്കുമോ. നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിയോടുത്ത് നമ്മുടെ മുമ്പാവായിക്കും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുടെ വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ബറക്കുമോർ ശ്ലോമോ ലക്കുൽഖൂൻ. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കുമാറാകട്ടെ. എവൻഗേലിയോൻ ഗാദിശോദു മോറാൻ യേശുമിശിഹോ കോറോസുസോ മഹിയുനിസോ മെൻ മോർ മത്തായി ശ്ലീഹോ മഗ്രുസോനോദു മഗ്രേസായി ഫുർക്കോനോ ലവൽമോ. വന്നവൻ പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെയും തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സബനോഹോ കീൽദം ദംറോനോ സേദമോറൻ വാലോഖാൻ ഫോറുഖോദിലാൻ യേശുമിശിഹോ മെൽസോദ് ഖായേ ദാലോഹോ ദസ്ബാസാർ മെൻ ബസുൽതോ ഖാദിഷ്തോ മറിയാം ഹോലൻദേൻ ഹോക്കാനോ ഖബാ
അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. യേശുദമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാർ അടുത്തു ചെന്ന് ഏതെങ്കിലും കാരണത്താൽ ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് മറുപടി പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശുദമ്പുരാൻ അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ യേശുദമ്പുരാനോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. യേശുദമ്പുരാൻ അവരോട് മറുപടിയായി, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെടുന്നവരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ബ്രഹ്മചര്യ പരികളാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ച് അരുളി ചെയ്തു. ബാറക്കുമോർ ഉശൈനോ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വെക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. Moran Benshmayo soyahino hes lahasino yo klilo dukoheno soye barise hado moran barabai lakohani vamsham sone हसने बकली लई हो कल्लो सो बगनो नहीं वानी नुडयोन कയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാളനെയാചാര്യൻ അണിക്കും മകുടം രമ്യം മഹിതാചാര്യൻ മാരാ ദമ്പതികൾക്ക് ഇടുവാൻ മിശിഹാകൃപനാ രചിതം മകുടം പാരം Lilo bidet moran menshmayo soyahino es lasino yo klilo dukoheno soye barise hasno tashararo dakhalula सीधा नखरे
വൽമോഹനം. കർത്താവ് നിന്റെ നീതിயின் കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായ അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വാനീന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു, മണവാട്ടിയാചാര്യൻ അണിക്കും മകുടം രമ്യം. വൈദിക കണ്ടാലിംബം നൽകാം, മുടിയാൽ മണവാളനും മണവറയാൽ മണവാട്ടിക്കും. Moran Menshmayo soyahinohes Lakal soyoye klilo Dukoheno soyem barisho Wakmo shafi klilo Dagadal malko Masiha Bidai kohanis hayo Larisad hasana khalso. വാനീന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു, മണവാട്ടിയാചാര്യൻ അണിക്കും മകുടം രമ്യം. മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം, മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോട് സദൃശ്യം. നീതിயின் കിരീടവും അക്ഷയഭംഗിയുമുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാകുകയും ചെയ്യട്ടെ. ശുഭചിഹ്നം സ്ലീബാ വിജയ കൊടിതാ സ്ലീബാ നമ്മെ രക്ഷിച്ചിടും സ്ലീബായിൽ പുകഴും ബറഖ്മോർ. മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മെസ്സിഹ യഥാർത്ഥമായ തന്നെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മെസ്സിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത്ത് വന്ന് നിങ്ങൾ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന ആകൽക്കരസാട് വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം തമ്പുരാൻ നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങൾ ദുഃഖങ്ങളെ നീക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷപ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുവേനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും
നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപാദിപ്പിക്കുന്ന സർവ സൽഫലങ്ങളും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാട് കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വന്ന് വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷമഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം തമ്പുരാൻ നിങ്ങളെ സമ്പന്നരാക്കി ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യുമാറാകട്ടെ. വലത്ത ഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യവാസികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെ നമ്മുടെ സംഘം മുഴുവനെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും യേശുഹായിക്കും സ്തുതി കരേറ്റാം. ഇതൻ തോട്ടം നട്ടോളേ നീയാടൻ യുവമണവാളൻ നിൻ തോട്ടത്തീ നിൻ പേർക്കായി വിശേഷിടുക കുളിർത്തന്നൽ സത്യമണാളാ നീതിജ്ഞാ നാഥാ ഞാൻ നിൻ മണവാട്ടി നീയാണൻ കടലും താങ്ങും ചെയ്യണമെന്നോടു കാരുണ്യം ശ്ലീബായാലവകാശധനം മുദ്രിതമാക്കി പീഠകളാ അടിമ വിടർത്തി സ്വർഗത്തിൽ പന്തിയിലെന്നെ നീയേറ്റി നാളും മാസവുമാണ്ടും ഞാൻ പാപപ്പാഴിരുളിൽ പോക്കി നിൻ ജീവധ്വനി കേട്ടപ്പോ കണ്ണു തെളിഞ്ഞാനന്ദിച്ചേ മുറിയോരാഹി മേലൈനോ ആദാരൈ തഖലൻ മോറാൻ തരവു കറാബു ദബലി രാഘമേ സ്മാബോ സാൻവാ ബദറഘമേ അൽനഫ്സോസാ തലയിൽ ചൂടും മകുടങ്ങളെയും വലതു കരത്താൻ വാഴ്ത്തിയിടേണം. നാമം ചൊന്നീ ദമ്പതികൾക്കായി വരമേകേണം തേജോലോകത്തിവരുടെ കാലം ശുഭമാകേണം. പരിശുദ്ധന്മാർ തൻ പ്രാർത്ഥനയാ വാഴ്ത്തണമേ ജനനിവനത്തെ എന്നേക്കും. നിൻ സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്വാ എൻ കർത്താവേ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം. ശോഭാക്ലോലോ വംകബലോലോ വെസലാമോസോ സ്വാഭാവ
ഹോസാൻ വാവെദുരകമേ വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള എവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാണ്, അറിയാത്തവന്റെ മുൻപാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശുശ്രൂഷകരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ പരിശുദ്ധ മർത്തമറിയം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ മശിഹാ തമ്പുരാന്റെ വലങ്കൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള പിതാവായി സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതിനെയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകത്തിന്റെ പിതാവിന്റെ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനോടെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെയും ബഹുമാനിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട് പിതാവിന്റെ പുത്രനോടുകൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനവിശുദ്ധമുള്ള ഏകറുഹായിലും കാതോലികവും സ്നേഹികവുമായ ഏകസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകെ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഏർപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ ബുദ്ധിജീവനമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാരക്കുമോർ സമകാല സ്തുതിയായി നിന്നാൽ സ്തുതിയോടു രാജമകൾ ഹാലേലുയ്യാ ലുയ്യാ നിൻ വലമായി രാജഭാമിനിയും ഭക്തർ പുകഴ്ചാഭാജനമേ നിന്നിയുദിച്ചോരേകസുതൻ
തൃക്കരൾ ഞങ്ങളിൽ അലിവാന്തം പക്കലപേക്ഷയണീണം സൗമൻ കാലസ്മുറിയിലായിസോ മറിയാമിൻ സ്മരണം വരദായകമാകാം തൽ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പാർക്കുമോ ശുഭഹോല ബോല ബറോവൽ റോഹോ കാദീശോ ദൈവപ്രസവിത്രീ കന്യകമറിയാമിൻ ഉയരുന്നോയാരിൽ സുഖപരിമളധൂപം മുറിയോറാകെ മേലോ ആധാരായി നിർത്തിയിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിലാദ്രത തോന്നിടാൻ നീതിമാൻ പന പോലെ തളിർത്തിടുമേ ഹാലേലുയ്യ വളരും അവൻ ലബനോൻ കാരകിൽ പോൽ വൃദ്ധതയിലും അവർ തളിരിട്ടു തടച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാലിക്കുമോ ശുഭഹോല ബോലബ്രോവൽ റൂഹോ കാദീശോ മൂലം വാദാമുൽമൂലം ഉൽമീനാമേ ഒരുപോലെങ്ങും മോറാബോ ഉണ്ടേ മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിന്നോർമ്മേ ബഹുമാനിച്ചോർക്കായി സ്തോമക്കാലസ്മുറിയിലായിസോ ഭാഗ്യം നീബിയർക്കും ഭാഗ്യം സ്ത്രീകർക്കും ഭാഗ്യം സധതേർക്കും പുനരുദ്ധാനദിനെ പാലിക്കുമോ ശുഭഹോല ബോല ബ്രോവൽ റൂഹോ കാദീശോ മസിഹായെ കാൺമാൻ കാക്ഷിച്ചൊരു സഹതേ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി മുറിയോറാകി മേലോ ആധാരേ വിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വഴികളെയും ബർക്കുമോർ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആത്മീയമായ ഈ വിവാഹ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോർക്കും പാപപരിഹാരം നൽകുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ ബലഹീനവും കുറവുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും ഉന്നതവും ശ്രേഷ്ഠവുമായ അവിടുത്തെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കുമാറാകണമേ. ആബോ ബബറോ റൂഹോ ഹായോ കാദീശോ ഹോശോ വബ്കുലസ്ബാൻ ലൗൽമീ. പരിപാവനമായ വിവാഹകൂദാശ സമംഗളം ഇവിടെ പര്യവസാനിക്കുന്നു. ഈ വിവാഹകൂദാശയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച മണവാട്ടിയുടെ ആദരണീയനായ വികാരി വന്ദനായ എൽവിൻ തോമസ് അച്ഛനോടും ഈ ശുശ്രൂഷയ്ക്ക് സഹകാർമ്മികരായിരുന്ന വന്ദനായ എം എം വൈദ്യനച്ഛൻ, വന്ദനായ വി ജി കോശിവേദനച്ഛൻ, വന്ദനായ ജി കോശിയച്ഛൻ, വന്ദനായ ജോൺ ടി വഗീസ് അച്ഛൻ, വന്ദനായ ജോൺ പി ഉമ്മനച്ഛൻ, വന്ദനായ മാർത്തോമ സഭയുടെ പ്രതിനിധിയായി കടന്നു വന്ന പ്രത്യേകാൽ മാർത്തോമ സഭാംഗമായ വന്ദനായ ജോണച്ചൻ, ബിലീവേഴ്സ് സഭാംഗമായ വന്ദനായ യേശുദാസനച്ചൻ, എല്ലാ വന്ദി വൈദിക ശ്രേഷ്ഠരോടുമുള്ള പ്രത്യേകമായ ഭവനത്തിന്റെ കടപ്പാട് ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇരുവർക്കും ദേവാലയത്തിന്റെ ആദ്യ സമ്മാനമായ വേദപുസ്തകം വന്ദനായ എം എം വൈദ്യനച്ചൻ ഇപ്പോൾ നൽകുന്നു. ഇപ്പോൾ ഇരുവരും ചേർന്ന് രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും സ്തോത്രകാഴ്ച സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയുടെ ഭാഗമായി പ്രത്യേകാൽ ഗാനങ്ങൾ ആലപിച്ച് ഈ ശുശ്രൂഷയ്ക്ക് മിഴിവ് പകർന്ന ഗായക സംഘത്തോടുള്ള പ്രത്യേകമായ കടപ്പാട് അറിയിക്കുന്നു. ഏറെ അച്ചടക്കത്തോടും ചിട്ടയോടും
ഈ നവദമ്പതികളുടെ ഭാവി ശോഭനമാകുവാൻ പ്രാർത്ഥനാപൂർവ്വം നിലകൊണ്ട എല്ലാ ബന്ധുമിത്രാദികളോടും ചാർച്ചക്കാരോടുമുള്ള പ്രത്യേകമായ സ്നേഹം ഈ അവസരത്തിൽ അറിയിക്കുന്നു. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർദ്ദനിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർദ്ദനിൻ സ്നേഹത്തിനും. മധുരപൂർണ്ണ ജീവിതം അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭ്യമാകുവാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇപ്പോൾ ഇരുവരും ചേർന്ന മധുരപാനീയം നുകരുന്നു. ജീവിതം ഏറ്റവും മധുരമുള്ളതായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ. ും. 「
കൂടുതൽ വെളിച്ചമുള്ള ജീവിതം അവരുടെ ജീവിതത്തിൽ ലഭ്യമാകുവാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇപ്പോൾ ഇരുവരും ചേർന്ന് നിലവിളക്ക് തെളിച്ച് പ്രകാശപൂരിതമാകുന്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ജീവിതത്തിൻ്റെ സമസ്ത നിമിഷങ്ങളിലും പരസ്പരം പങ്കിട്ട് അവരുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമാകുവാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പങ്കിടിയിലിൻ്റെ മഹനീയ അനുഭവത്തിലേക്ക് അവർ പ്രവേശിക്കുന്നതിന് സൂചകമായി ഇപ്പോൾ ഇരുവരും ചേർന്ന് മധുര കേക്ക് കട്ട് ചെയ്ത് പരസ്പരം പങ്കുവയ്ക്കും. അതായത് AD 223 സിറിയയിൽ നിന്നും ആബോർ എന്ന മേൽപ്പട്ടക്കാരോടൊപ്പം കച്ചവട പ്രമുഖനായ സാബോർ യൂസുഫ് ആധാരമനുസരിച്ച് വെള്ളനാട്ട് രാജാവിൽ നിന്നും തെരസാപ്പള്ളി ചെപ്പേട് കരസ്ഥമാക്കി പ്രത്യേക അധികാരത്തോടെ കൊല്ലത്ത് വാസം ഉറപ്പിച്ച പരിവേട്ടി കുടുംബത്തിന്റെ പിൻഗാമികൾ ഏതാണ്ട് 1200 വർഷങ്ങൾക്ക് മുമ്പാണ് കൊല്ലത്ത് വാസം ഉറപ്പിക്കുന്നത്. അവിടെ നിന്ന് 400 വർഷങ്ങൾക്ക് ശേഷം 800 കല്ലടയിൽ എത്തിച്ചേരുകയും കല്ലടയിലെ 800 വർഷങ്ങൾക്ക് മുമ്പ് തുളശ്ശേരി മണപ്പുറത്ത് തറവാട് സ്ഥാപിച്ച് അതിന്റെ ഭാഗമായി കൊല്ലത്ത് അവർ സ്ഥാപിച്ച പള്ളിയുടെ കുരിശുപള്ളിയുടെ അല്ലെങ്കിൽ പള്ളിയുടെ ഭാഗമായി കല്ലടയിൽ ഒരു കുരിശുപള്ളി സ്ഥാപിച്ചു. 800 വർഷങ്ങൾക്ക് മുമ്പ് തുളശ്ശേരി മണപ്പുറത്ത് തറവാടുകാർ സ്ഥാപിച്ച കല്ലട വലിയ പള്ളിയുടെ ഇന്നും അവിടെ നിലകൊള്ളുന്നത് സഭയ്ക്ക് വിട്ടുകൊണ്ട് സഭയുടെ ഭാഗമായി നിലകൊള്ളുന്നു. അങ്ങനെ കൊല്ലത്തിൽ നിന്ന് ആരംഭിച്ച 12 തലമുറ പട്ടക്കാരും തുളശ്ശേരി മണപ്പുറത്ത് തറവാടുകാരുടെ ഭാഗമായി നിലനിന്ന 24 തലമുറ പട്ടക്കാരുമാണ് ആ പള്ളിയെ പരിപോഷിച്ചു പോരുന്നത്. പിന്നീട് അത് സഭ ഏറ്റെടുക്കുന്നു. അങ്ങനെ ആ പള്ളിയോട് ചേർന്ന് തുളശ്ശേരി മണപ്പുറത്ത് തറവാട് ഒരു സ്മാരക മന്ദിരവും അതിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ ഇന്നും അവിടെ കാണാൻ കഴിയും. അതിൻ്റെ സ്മാരക മന്ദിരത്തിൽ ഇന്നും എല്ലാവരും കൂടും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ കല്ലടയിൽ നിന്നും 400 വർഷങ്ങൾക്ക് മുമ്പ് വിട്ടുപോയ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഏതാണ്ട് 15 ശാഖകളുണ്ട്. പുനലൂര്, അഞ്ചല്, ചെങ്ങന്നൂര്, മുക്കത്ത്, ഇടനാട്, മാന്നാറ്, പാണ്ടനാട്, കടമ്പനാട്, മുരുടാക്കട തുടങ്ങി 15ഓളം ശാഖകളിൽ നിന്ന് ഏതാണ്ട് 2500ഓളം കുടുംബങ്ങൾ ഉള്ള ഒരു വലിയ കുടുംബഭാഗമായി അതിന്റെ 1200ാമത് വാർഷികം കഴിഞ്ഞ വർഷം കല്ലട പള്ളിയിൽ വെച്ച് നടത്തുകയുണ്ടായി. അതിന്റെ സമാപന तू गुनगुनाए मुस्कुराए छोटी मोटी बातों पे मुंह फुलाए ये नजाकत मेरी आदत पास मुझे लाए नादानिया नादानिया खींचे मुझे नादानिया 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 पागल करे तेरी हर अदा शामों सुबह मैं तेरी याद करूं तेरे ख्यालों से मैं बात करूं तेरे नजर में ये कैसा नशा तेरे आवाज में ये कैसा सुकून दिल के सारे इशारों पे बस तेरा ही नाम है कैसे तू गुनगुनाए मुस्कुराए
छोटी मोटी बातों पे मुंह फुलाए, ये नजाकत मेरी आदत पास मुझे लाए। नादानियाँ नादानियाँ खींचे मुझे, नादानियाँ 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 पागल करे तेरी हर अदा। आजा पास मेरे लिखे 100 कहानियाँ, तू जो साथ मेरे लग जहाँ पा लिया। तेरी सांसों में बीते हर पल मेरा, तेरे आँखों में देखूं हर कल मेरा। कभी होना नहीं दूर हो जाने जा, जरा पास तो आ फिर से दोहरा। दिल के सारे इशारों पे बस तेरा ही नाम है। नादानियाँ नादानियाँ खींचे मुझे, नादानियाँ 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 पागल करे तेरी हर अदा। என் தலைக்கும் ஏறவில்லை, பேர கேட்க தூணவில்லை. எனக்கோ தீர என்ன தூண்ட நெஞ்சம் தூக்கத்துல உசிரிப்பு மாறவில்லை. நாள பார்த்து மேளம் துள்ள என் பக்கம் போனவன தேடமில்ல, மூச்சு தள்ள என் தலைக்கும் ஏறவில்லை, பேர கேட்க தோணவில்லை. திக்கு மனமே போட்ட திட்டமா afternoon, I can picture you walking with your father at your side. In the summer heat, California
California speaks softly like she's making up her mind. And now, as I stand beside you, I say, baby, isn't it crazy that we are born only to die? Oh, but lately I've been counting my stars, 'cause I will spend my whole life loving you. Through your shining eyes, sweet like Jeffrey Pines, I pretended I could read your thoughts. Now it's just the truth. Seems our hearts are fused, solid like the gold your sister brought. And how am I lucky enough to say, baby, isn't it crazy that we are born only to die? Oh, but lately I've been counting my stars, 'cause I will spend my whole life loving you, 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 loving you. And I say, baby, isn't it crazy that we are born only to die? Oh, but lately I've been counting my stars, 'cause I will spend my whole life loving you. Amen.
മകളുടെ കൂട്ടത്തിലുള്ളവർ അവിടുന്ന് തിരിച്ചു അവരെ ഒരു കുഴപ്പവും കൂടാതെ പള്ളിയിൽ എത്തിച്ചു. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അതിമനോഹരമായി ദൈവം നടത്തി തന്നു. എല്ലാ ഇനിയുള്ള കാര്യങ്ങൾ ഇനി അവർ അങ്ങോട്ട് വീട്ടിലോട്ട് യാത്രയാണെന്നാണ് ഇവരെ എല്ലാവരുടെ പുസ്തകങ്ങൾ സമർപ്പിക്കുന്നു. ഇവരെ കാത്തുകൊള്ളണമെന്ന് ഇനിയുള്ള അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് അവർ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ദാമ്പത്യ ജീവിതം അതിമനോഹരമായി ഒരു കുഴപ്പവും കൂടാതെ എന്ന് അച്ഛൻ പറഞ്ഞതുപോലെ അവരുടെ ദൈവസാക്ഷികളുടെ മക്കളായി വളരുവാൻ അവരെ സഹായിക്കണമെന്ന് ഇരുഭാഗങ്ങളുള്ള മാതാപിതാക്കളെയും അവരുടെ ബന്ധുക്കളെയും എല്ലാവരെയും അവരുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ മകളും മകനും ഇന്ന് അവരുടെ മകളുടെ വീട്ടിലേക്ക് പോകുകയാണ്. അവരെ അവിടുന്ന് യഥാസ്ഥാനത്ത് എത്തിച്ചവിടുത്തെ ഏറ്റവും അവരെ അവിടെ എത്തിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തണമേ എന്ന് ആരെയും അപേക്ഷിക്കുന്നു. ഇതിലൂടെ കഴിക്കണമേ. A river to a valley, an ocean to a stone. The time it takes the edges to become well worn. But with your arms around me, I've never been more sure that all this time and softened lights are better than before. We're better than before. And we're going round and round playing silly games. Now you're saying slow it down, not right now. Then you wink at me and walk away. Let it be, let it be, let it be known. Hold on, don't go. Touching and teasing me, telling me no. But this time I need to feel you. Ride it, we're all alone. Ride it, just lose control. Ride it, touch my soul. Ride it, let me feel you. Ride it. Turn the lights down low, ride it, from head to toe, ride it, touch my soul, ride it, they feel. Marina was the club on Saturday, you're acting like a diva saying you don't wanna pay. It's gotta be your feisty style, raise that crowd. I love it when you look at me that way. Now we're in, you order a mojito at the bar. Reapply your lip because it came off on the glass. The DJ plays your favorite song, Kanye's on. Now you're beckoning for me to dance. Putting me close. Close your eyes, girl. It's gonna tell me we gotta go. Won't you take me home? I wanna ride it, all alone. Ride it, just lose control. Ride it, touch my soul. Ride it, baby, let me feel you. Ride it, turn the lights down low. Ride it, from head to toe. Ride it, touch my soul. Ride it, let me feel you. Everything was right until the phone began to ring. She takes it to the corner, that's when I start wondering. I can hear her shouting, banging fist against the door, yelling, yo, it's over, I can't take it anymore. Then I walk away and act all nonchalant and chill. I ain't tryna get her caught up in a mess for real. But she came around and backed me up against the wall. She said, I know you heard, but I'll make you forget it all.